പിണ്ടിമനയിൽ ഭീതി പരത്തുന്ന കാട്ടാനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ ആനയ്ക്ക് ആദ്യ മയക്കുവെടി നൽകി. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് മയക്കുവെടി വെച്ച് റേഡിയോ കോളർ ഘടിപ്പിക്കാനുള്ള തീരുമാനം. പിണ്ടിമന പഞ്ചായത്തിലെ 14-ാം വാർഡായ കുളങ്ങാട്ടുകുഴി, വെറ്റിലപ്പാറ, മാലിപ്പാറ, കുഴിക്കണ്ണി മേഖലകളിൽ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ജനങ്ങളിൽ ഭീതി പരത്തിയിരുന്ന കാട്ടാനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ ആനയ്ക്ക് ആദ്യ മയക്കുവെടി നൽകി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലുമായി നിരന്തരം എത്തിച്ചേരുന്ന ആന പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയായിരുന്നു. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ 3 ആഴ്ചക്കാലമായി ഒരു പിടിയാന ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ചുകൊണ്ട് ഫോറസ്റ്റുകാരുടെ ഇടപെടലും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഓരോ വാർഡുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വീണ്ടും ജനവാസ മേഖലയിൽ വീടിനോട് ചേർന്ന് വന്ന് തമ്പടിച്ചതിൻ്റെ സാഹചര്യത്തിൽ ജനപ്രതിനിധികളും ഫോറസ്റ്റുകാരും എല്ലാവരും അവിടെ എത്തിച്ചേരുകയും അതിന് ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് ഫോറസ്റ്റുകാർക്ക് മനസ്സിലാവാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികൾ ഇന്നലെ നിയമസഭ കൂടിയ സാഹചര്യത്തിൽ അത് ഫോറസ്റ്റ് മിനിസ്റ്ററെയും സ്ഥല MLA ഷിബു തെക്കുമുറത്തിനെയും കൊച്ചിയുടെ MLA മുഹമ്മദ് ഷിയാസിനെയും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നിയമസഭയിൽ ചർച്ച ചെയ്യുകയും അടിയന്തരമായി അതിനെ മയക്കുവെടി വെച്ച് മയക്കി അതിന് റേഡിയോ കോളർ പിടിപ്പിക്കാനുള്ള ഒരു തീരുമാനം അടിയന്തരമായി നിയമസഭയിൽ എടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ റേഡിയോ കോളർ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അല്പം ലേറ്റായി പോയി. 6 മണി ആയതുകൊണ്ട് ഇന്നലെ മയക്കുവെടി വെക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ജനവാസ മേഖലയിൽ നിന്ന് ആനയെ വനത്തിലേക്ക് തുരുത്തുകയും ഇന്നലെ 6 മണിയോടുകൂടി എല്ലാവരും പിരിയുകയും ചെയ്തു. പിരിഞ്ഞുവെങ്കിലും ഫോറസ്റ്റുകാരും RRT അംഗങ്ങളും ആ മേഖലയിൽ തന്നെ രാത്രിയിൽ തമ്പടിച്ചുകൊണ്ട് ആനയെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ നൈറ്റിൽ നടന്നത്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫോറസ്റ്റിൽ നിന്ന് 100 മീറ്റർ അകലത്തിൽ ആന നിൽക്കുന്നതായി അവർക്ക് കാണുവാനും അവർ നിരീക്ഷണത്തിൽ നിർത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 8:15 മയക്കുവെടി വെക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വനത്തിലേക്ക് ജനവാസ മേഖലയിൽ നിന്ന് 200 മീറ്റർ അകലത്തിലാണ് ആന ഇപ്പോൾ നിൽക്കുന്നത്. മയക്കുവെടിയിൽ അല്പം ഇങ്ങനെ പൂർണ്ണമായി മയങ്ങാത്ത ഒരു സാഹചര്യത്തിൽ ആന നിൽക്കുകയാണ്. അല്പം മൂവ് ചെയ്തപ്പോൾ ഒരു കൂട്ടം ആനയുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യം കാണാനായിട്ട് ഫോറസ്റ്റുകാർക്ക് കഴിഞ്ഞു. ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് കടക്കാനായിട്ട് ഞങ്ങളെ അനുവദിച്ചിട്ടില്ല. ഫോറസ്റ്റുകാരും ഡോക്ടേഴ്സുമായിട്ടുള്ള ഒരു 15 അംഗ വിങ്ങാണ് പോയിട്ടുള്ളത്. പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വന്നിരുന്ന ആന നിരവധി കർഷകർക്ക് കൃഷിനാശം വരുത്തുകയും നാട്ടുകാരിൽ കടുത്ത ആശങ്കയും ഭീതിയും സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന കാരണത്താൽ മയക്കുവെടി ഒഴിവാക്കാനുള്ള ശ്രമം നാട്ടുകാർ എതിർത്തതോടെയാണ് ഒടുവിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയുടെ സഞ്ചാരപാത നിരീക്ഷിക്കുവാനും തുടർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനുമുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തിയത്. ആനയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക റേഡിയോ കോളർ തിരുവനന്തപുരത്ത് നിന്നും എത്തിച്ചിട്ടുണ്ട്. കോളർ ഘടിപ്പിച്ചാൽ ആനയുടെ സഞ്ചാര വിവരങ്ങൾ തത്സമയം നിരീക്ഷിക്കുവാൻ സാധിക്കും. ഒരു ആനകളെ കൂട്ടം കൂടിയാണ് സാധാരണ വരുന്നത്. അതുകൂടാതെ ഒരു ആന ഈ പറഞ്ഞ പോലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് പകൽ പോലും കടന്നു പോകാത്തൊരവസ്ഥയുണ്ടായി. ജനങ്ങളെ സംബന്ധിച്ച് വളരെ ഭീഷണിയിലായിരുന്നു. അത് ഇന്നലെ ഇതുപോലെ ജനപ്രതിനിധികളെല്ലാം ഇടപെട്ട് ഇതിനെ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു ഓർഡർ ഉണ്ടായി. ഇന്നലെ അതിനെ ഓടിച്ച് വനത്തിൽ കയറ്റി. ഇന്ന് അതിനെ മയക്കുവെടി 8:15 ഒരു ഡോസ് മരുന്ന് മയക്കുവെടി വെച്ചു. ഇനി അടുത്ത ഒരു ബൂസ്റ്റർ ഡോസ് കൂടെ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആനക്കൂട്ടമാണ് വരുന്നത്. ആനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 4 കിലോമീറ്റർ ഫെൻസിങ് 3.25 കോടി രൂപ കൊടുത്ത് മുടക്കി ഒരു ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ആ ഫെൻസിങ് ഇട്ടതേ മുതൽ എല്ലാം തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഈ ഫെൻസിങ് തകർത്താണ് ഈ ആന എല്ലാം കടന്നു പോന്നിട്ടുള്ളത്. ഇപ്പോൾ ആനയ്ക്ക് വനത്തിൽ നിൽക്കുവാനുള്ള യാതൊരു വിധത്തിലുള്ള സാഹചര്യവുമില്ല. ആന എല്ലാം ഒരു 6 മണിയോടുകൂടി തന്നെ അത് വനാതിർത്തി കടന്ന് നേരെ ജനവാസ കേന്ദ്രത്തിലേക്ക് 2-3 കിലോമീറ്റർ ദൂരേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ ടൈമിൽ പോലും ആന റോഡിലാണ്. വൈകിട്ട് 3:30 സ്കൂൾ ബസ്സുകൾ തിരിച്ചു പോകുന്ന സമയത്ത് പോലും ആന റോഡിലിറങ്ങി വളരെ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കുന്നൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്.
വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന്റെ നിർദ്ദേശപ്രകാരമാണ് ആനയെ മയക്കുവെടി വെച്ച് റേഡിയോ കോളർ ഘടിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതേസമയം കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിൽ തുടരുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ആധുനിക എലിഫന്റ് ഫെൻസിംഗ് സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കോതമംഗലം MLA ഷിബു തെക്കുംപുറം അറിയിച്ചു. ഉപദ്രവകാരിയായ ആന കഴിഞ്ഞ 3 ആഴ്ചയായി കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിൽ വലിയ ശല്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ച് എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടാണ് ഈ ആന ഉണ്ടാക്കിയത്. സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങൾക്ക് മുമ്പിൽ ഒന്ന് ചാടുക, ആളുകൾ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് ഭീഷണിയാവുക, അതോടൊപ്പം തന്നെ നിരവധി കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 3 ആഴ്ചയായി ഈ 2 പഞ്ചായത്തുകളിൽ. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിനോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ചയായി ഈ കാര്യത്തിൽ ഒരു നടപടിയും കൃത്യമായി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. ഇവരെല്ലാം നിരന്തരമായി ഈ ആന എല്ലാ ദിവസവും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങൾക്ക് വലിയ ഭീതി പരത്തുന്നു. എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നുള്ള വലിയ ആവശ്യം ശക്തമായി തന്നെ ഉന്നയിക്കുകയും ആ ആവശ്യവുമായി വീണ്ടും വനംവകുപ്പ് മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. തീരുമാനമാവാൻ വലിയ ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ 2 ആഴ്ചയായി ഉണ്ടായത്. ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. ജനരോഷം ശക്തമായപ്പോൾ ഇന്നലെ രാവിലെ നിയമസഭ കൂടുന്നതിന് മുമ്പായി ഞാൻ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് 8:30 മണിയോടുകൂടി ഈ പ്രശ്നം ഉന്നയിച്ചു. വനംവകുപ്പ് മന്ത്രി ശക്തമായ നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശിക്കുകയുണ്ടായി. 1 കിലോമീറ്ററിന് ഏകദേശം 1.25 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്കായി സർക്കാർ തലത്തിൽ ധനസഹായം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡീൻ കുര്യാക്കോസ് MP സംഭവസ്ഥലം സന്ദർശിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആശങ്കാജനകമായ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ മുതൽ. ഈ കാര്യത്തിൽ ഗവൺമെൻറ് യുക്തമായൊരു തീരുമാനം കൈക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് എത്തി റേഡിയോ കോളർ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യഘട്ടം വെടിവെച്ചു, ആനയെ ലൊക്കേറ്റ് ചെയ്തു. ഇനിയിപ്പം പിന്നെ ആന മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉൾക്കാട്ടിലേക്ക്. ബൂസ്റ്റർ ഡോസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആനയെ ലൊക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റേഡിയോ കോളർ പിടിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കിടക്കും. ശാശ്വതമായ പരിഹാരം ഈ ആനയെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റുമെന്നാണ്. അക്കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായമില്ല. ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇനി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ മറ്റൊന്നും വിചാരിക്കാതെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ നമ്മൾ വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ്. ഈ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ആളുകൾ താമസിക്കുന്ന മേഖലയാണ്, കൃഷിക്കാരാണ്. അവരുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ള ആ ഒരു നിലയിലേക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതായാലും ഈ നടപടി നല്ലവണ്ണം പൂർത്തീകരിക്കുക, അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ള ആ ഒരു നിലപാട് ഉറച്ചു നിൽക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവിനൊപ്പം 2 പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളും പ്രദേശവാസികളും സ്ഥലത്ത് തുടരുകയാണ്. അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ്, റേഞ്ച് ഓഫീസർ ലുതീഷ്, RRT ഡെപ്യൂട്ടി RO എബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആനയ്ക്ക് റേഡിയോ കോളർ ഘടിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. ആനയുടെ ആരോഗ്യസ്ഥിതിയും ചുറ്റുപാടുകളും വിശദമായി വിലയിരുത്തിയ ശേഷമാണ് മയക്കുവെടി നൽകിയത്. ആദ്യ വെടിയേറ്റതിനെ തുടർന്ന് കാട്ടിലേക്ക് ഓടിയ ആനയ്ക്ക് പിന്നീട് ബൂസ്റ്റർ ഡോസും നൽകി. നിലവിൽ വനംവകുപ്പിന്റെ കർശന നിരീക്ഷണത്തിലുള്ള ആനയ്ക്ക് ആവശ്യമായ പ്രാഥമിക പരിചരണങ്ങൾ നൽകിയ ശേഷമായിരിക്കും റേഡിയോ കോളർ ഘടിപ്പിക്കുക. പിടികൂടിയ ആനയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുവാനും വീണ്ടും ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുവാനുമാണ് റേഡിയോ കോളർ ഉപയോഗിക്കുന്നത്. കോളറിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നലുകളിലൂടെ വനപാലകർക്ക് ആനയുടെ സഞ്ചാര വഴികൾ തത്സമയം മനസ്സിലാക്കുവാൻ സാധിക്കും. കോളർ ഘടിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയായ ശേഷം ആനയെ സുരക്ഷിതമായി ഉൾക്കാട്ടിൽ തുറന്നുവിടുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.